PV അൻവറുമായി സമവായത്തിലെത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ പഠിക്കുമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് അൻവർ ഉയർത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം താൻ അൻവറിനോട് സംസാരിച്ചിട്ടില്ലെന്നും കെ സുധാകരൻ സംസാരിച്ചിരുന്നതായും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രത്യേകിച്ച് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടില്ല. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിലാണ്. ആവശ്യമായ ചർച്ചകൾ നടത്തും. കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഈ സ്ഥാനാർത്ഥിയോട് 2 ദിവസത്തേക്ക് പഠിക്കുമെന്നാണ് അന്നൂർ പറഞ്ഞിരിക്കുന്നത്. പഠിക്കുന്നത് നല്ല കാര്യമല്ലേ. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞത് LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെയാണ് അൻവർ എതിർത്തത്. ആഭ്യന്തര വകുപ്പിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർത്തു, അഴിമതി ഭരണത്തെ എതിർത്തു. ആ ജനകീയ പ്രശ്നങ്ങളെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുകയാണ്. ആ വിഷയങ്ങൾ തന്നെയാണ് UDF തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത്. അപ്പോൾ ആ വിഷയാധിഷ്ഠിത സഹകരണം അൻവറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ 2 ദിവസം കാത്തിരിക്കൂ എന്നതായിരുന്നു PV അൻവറിന്റെ പ്രഖ്യാപനം. ഈ PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ 10 മണിക്ക് അൻവർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് നിലമ്പൂരിൽ നിന്ന്. അനുമോദ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അൻവറിന്റെ എന്താണ് ഭാവി പ്ലാൻ എന്നറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച അത് അൻവറിന്റെ ആവശ്യപ്രകാരം നടക്കുന്ന കൂടിക്കാഴ്ചയാണോ? അല്പസമയം മുൻപ് കൂടി സണ്ണി ജോസഫ് പറഞ്ഞത് സമവായത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതൊക്കെയാണ്. കുഞ്ഞാലിക്കുട്ടി വഴി ഏതെങ്കിലും ഒരു സമവായ ശ്രമം, കുറച്ചുകൂടി തന്നെ കൂടി പരിഗണിക്കണമെന്നൊരു നിലപാട് അൻവർ മുന്നോട്ട് വെക്കുകയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ അൻവറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ? ശ്രീജ, ഒരു തരത്തിലും UDFിന്റെ ഭാഗത്തുനിന്നൊരു സമവായ ശ്രമമല്ല, മറിച്ച് അൻവറിന് പറയാനുള്ളത് കേൾക്കുക മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ അൻവർ അങ്ങോട്ട് സമയം ചോദിക്കുകയായിരുന്നു. തുടർന്ന് അൻവറിന് പറയാനുള്ളത് കേൾക്കാൻ കുഞ്ഞാലിക്കുട്ടി സമയം അനുവദിച്ചു. അതല്ലാതെ ഇതൊരു മധ്യസ്ഥ ശ്രമമോ സമവായ ചർച്ചയോ അല്ല എന്ന തരത്തിലാണ് UDFിൻ്റെയും ലീഗിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, PV അൻവർ അകപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ ഒരു പ്രതിസന്ധിയിലാണ്. താൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സമ്മർദ്ദതന്ത്രത്തിലൂടെയും സമവായത്തിലൂടെയും അൻവർ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അൻവറിന് മുമ്പിൽ ആകെ ശേഷിക്കുന്നത് UDFിനൊപ്പം പോവുക എന്നുള്ളതാണ്. പക്ഷേ അതിന് തന്നെ നേരത്തെ AP അനിൽകുമാർ പറഞ്ഞതുപോലെ മുന്നണി UDFിനൊപ്പം നിൽക്കാം എന്ന് ഉറപ്പ് തന്ന ആൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലായി അദ്ദേഹം മയത്തിൽ പറയുമ്പോൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അതിനെതിരെ എത്രമാത്രം രോഷമുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ UDFിൽ ഇപ്പോൾ ഭിന്നാഭിപ്രായമുണ്ട്. കാരണം മുന്നണിക്ക് നൽകിയ ഉറപ്പുകൾ അത് പാലിക്കുന്നതിൽ PV അൻവർ ഒരു മര്യാദ കാണിച്ചിട്ടില്ല എന്ന അഭിപ്രായം ശക്തമാണ്. ഈ വിഷയത്തിൽ തനിക്ക് എന്ത് പറയാനുണ്ട് എന്ന കാര്യം കുഞ്ഞാലിക്കുട്ടിയെ ധരിപ്പിക്കുക, അതുവഴി നാളെ ഒരു സമവായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ UDFിൽ ഈ കാര്യങ്ങൾ കുറെ കൂടി സമവായത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് ഇപ്പോൾ അൻവറിന് മുമ്പിലുള്ള ഒരു ഉദ്യമം. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല എന്നാണ്, 2 ദിവസത്തേക്ക് പറയില്ല, കാത്തിരിക്കട്ടെ, സാഹചര്യം പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ഘട്ടത്തിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. LDFിനൊപ്പം അദ്ദേഹത്തിന് ഒരിക്കലും പോകാൻ കഴിയില്ല. UDFിനെ പിണക്കി സ്വതന്ത്രനാവുകയാണെങ്കിൽ അത്തരത്തിൽ നിലകൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയം നേടാനുള്ള സാഹചര്യങ്ങൾ തുലവും വിരളവുമാണ് നിലമ്പൂരിൽ. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും 2 മുന്നണികൾക്കും ഒരുപോലെ തലവേദന സൃഷ്ടിക്കാൻ അൻവറിനെ കൊണ്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ട് ഗുണഫലം ആർക്ക് കിട്ടും എന്നതുകൂടി വലിയ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അൻവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ടും നമുക്ക് ഉണ്ട് എന്ന് പറയാനാകില്ല. മറിച്ച് UDFിനൊപ്പം നിൽക്കുന്നതിന് തനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. അതിൽ കുറച്ചുകൂടി ഒരു പരിഗണന വേണം എന്നൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന് നടത്താൻ മാത്രമേ ഈ ഘട്ടത്തിൽ കഴിയൂ. അതിൻ്റെ ആ ശ്രമങ്ങളുടെ ആദ്യ ഘട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഇത് അദ്ദേഹത്തിന് പറയാനുള്ളത്, അൻവറിന് പറയാനുള്ളത് കേൾക്കുക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന വിശദീകരണമാണ് ലീഗിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശരി, ഇനി LDFിന്റെ ഭാഗത്തുള്ള ചർച്ചകളിലേക്ക് വന്നാൽ, അനുമോദ്, ഇന്നിപ്പോൾ അവിടെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തന്നെ ചേരുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ ഒരു കരുത്തനായ നേതാവ് വേണോ, അതോ പുറത്തുനിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണമോ? ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ, അതോ ഏതാണ്ട് ഒരു ധാരണയിലേക്കെങ്കിലും LDF എത്തുന്നുണ്ടോ?
LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴും ചർച്ചകളിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം ഒരു ധാരണയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടാണെങ്കിൽ നിലമ്പൂരിൽ മുൻപ് മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യുവിനെ പോലെയുള്ള ആര്യടൻ മുഹമ്മദിനെതിരെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ച നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. അതേപോലെ ഷെറോൺ റോയ്, അവർ വഴിക്കടവിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമാണ്. വഴിക്കടവിൽ അട്ടിമറി വിജയം നേടിയ നേതാവ് കൂടിയാണ് ഷെറോൺ റോയ്. നിലമ്പൂർ മണ്ഡലത്തിലുള്ള സ്വദേശി ആണ് എന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. വനിതയാണെന്നത് സ്വാഭാവികമായിട്ടും വനിതകൾക്ക് പരിഗണന കൊടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഈ ഷെറോണയെ സ്ഥാനാർത്ഥികളുടെ ഇടതുപക്ഷത്തിന് ലഭിക്കും. ഇനി അതല്ല, സ്വരാജിനാണ് ഈ ചർച്ചകളിൽ ഏറ്റവും അധികം പ്രാധാന്യം ലഭിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സ്വരാജാണെങ്കിൽ മത്സരം കുറെ കൂടി കടുത്തതാകും, വിജയസാധ്യത ഉറപ്പിക്കാനാകുമെന്നൊരു കണക്കൂട്ടലും ഇടതുപക്ഷത്തിനുണ്ട്. കാരണം സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ നിലമ്പൂർ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്, ഉന്നത നേതാവാണ്, മികച്ച പ്രഭാഷകനാണ്. അണികളെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാനും തീക്ഷ്ണമായ ഭാഷയിൽ മറുപടി പറയാനും പാർട്ടി നിലപാടുകൾ കൃത്യമായി അണികളിലേക്ക് എത്തിക്കാനും എതിരാളികൾക്ക് വിമർശനം ഉന്നയിക്കാനും ഒക്കെ എതിരാളികളെ വിമർശിക്കാനും ഒക്കെ വലിയ പ്രാഗൽഭ്യമുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും സ്വരാജാണെങ്കിൽ മത്സരം ഷൗക്കത്തിന് എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് സ്വരാജിന് തന്നെയാണ് പ്രധാനമായിട്ടും പരിഗണനയുള്ളത്. പക്ഷേ അതല്ലെങ്കിൽ ഷെറോൺ റോയ് അല്ലെങ്കിൽ തോമസ് മാത്യു എന്നീ പേരുകളിലേക്കും ചർച്ചകൾ നീളുന്നുണ്ട്. എന്നാണെങ്കിൽ ഒരു അന്തിമ ചിത്രം ഇന്ന് വൈകുന്നേരത്തോടെ ലഭ്യമാകും ഈ ഒരു യോഗത്തിന് ശേഷം എന്നാണ് മനസ്സിലാക്കാനാകുന്നത്.